കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിച്ചുവെന്നാരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ച NK പ്രേമചന്ദ്രൻ MPക്ക് തിരിച്ചടി. ESI മെഡിക്കൽ കോളേജിനായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളിൽ കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി. ESI കോർപ്പറേഷനെ ഹർജിയിൽ കക്ഷിയാക്കാത്തതിൽ പ്രേമചന്ദ്രനെ കോടതി വിമർശിച്ചു. തുടർന്ന് മറ്റുത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ പ്രേമചന്ദ്രൻ്റെ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. എൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ നിന്നും പ്രേമചന്ദ്രൻ MPക്കുള്ള തിരിച്ചടി? അജിംഷാദ്, പ്രേമചന്ദ്രൻ MPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. ESI മെഡിക്കൽ കോളേജിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ നൽകിയില്ല എന്ന് BJP ഒരു പൊതുവിൽ പ്രചരണം നടത്തുന്നുണ്ട്. ആ പ്രചരണം ഏറ്റുപിടിച്ചാണ് പ്രേമചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ എന്തൊക്കെ നടപടികളാണ് ESI കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വിശദമായി അറിയിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാം എന്നുമാണ് സംസ്ഥാന സർക്കാർ നേരത്തെ ESIയെ അറിയിച്ചിരുന്നത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ജനുവരി 19 മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ടീം ഈ ആശ്രാമം ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. ചെന്നൈ ESI ആശുപത്രിയിൽ നിന്നുള്ള ഒരു ഡീനെ താൽക്കാലികമായി അവിടെ നിയമിച്ചതൊഴിച്ചാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള നിബന്ധനകൾ അനുസരിച്ചുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനോ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ നിയമനമോ ഒന്നും തന്നെ അവിടെ നടന്നിരുന്നില്ല. മാത്രമല്ല, കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ക്ലാസ് മുറികളോ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉൾപ്പെടെ പ്രാഥമിക സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ടിന് സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകാം എന്നുമാണ് സർക്കാർ അറിയിച്ചത്. എന്നാൽ ഈ സൗകര്യങ്ങളൊന്നും ഒരുക്കാത്ത ESI കോർപ്പറേഷനെയും കേന്ദ്ര സർക്കാരിനെയും തീർത്തും വെള്ള പൂശിക്കൊണ്ടാണ് ഈ MK പ്രേമചന്ദ്രൻ MP ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി പ്രേമചന്ദ്രന്റെ ഹർജി തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ESI മെഡിക്കൽ കോളേജിനായി സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളിൽ കോടതി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ESI കോർപ്പറേഷനെ ഈ ഹർജിയിൽ കക്ഷിയാക്കാത്തതിൽ പ്രേമചന്ദ്രനെ കോടതി വിമർശിക്കുകയും ചെയ്തു. തുടർന്നാണ് മറ്റു ഉത്തരവുകളിലേക്കൊന്നും പോകാതെ പ്രേമചന്ദ്രന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. ശരി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള DA സന്ദേശത്തിൽ എന്താണ് നിയമവിരുദ്ധത എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. സന്ദേശം അയച്ചത് IT മിഷൻ ആണല്ലോ എന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി. സ്പാർക്കിൻ്റെ നോഡൽ ഏജൻസിയാണ് IT മിഷൻ എന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിക്കുന്നു. ഇത് നല്ല ഭരണനിർവഹണത്തിൻ്റെ ഭാഗമല്ലേ എന്നും ഹർജിക്കാരനോട് ഹൈക്കോടതി ചോദിക്കുന്ന ഘട്ടം കൂടിയുണ്ട്. കാരണം ഈ സ്പാർക്കുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിനുള്ള വലിയ തിരിച്ചടി കൂടിയാണ് കോടതിയുടെ ഈ വാക്കുകൾ, അല്ലേ ഉമേഷ്? അതിൻ്റെ വിവരങ്ങളിലേക്ക് കൂടി പോയാൽ. അതെ അജിംഷാദ്, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ ഹർജിയിൽ ഇന്ന് വാദം കേട്ടത്. ഇനി അത് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് കോടതി. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സന്ദേശം അയച്ചത് സംബന്ധിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ DA സന്ദേശത്തിൽ എന്താണ് നിയമവിരുദ്ധത എന്നാണ് കോടതി ചോദിച്ചത്. ഈ ക്ഷേമരാഷ്ട്രത്തിൽ ഭരണനിർവഹണം എളുപ്പമാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്നല്ല ഈ DA സന്ദേശം പോയിട്ടുള്ളത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. IT മിഷന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ DA സന്ദേശം അയച്ചിട്ടുള്ളത്. അതിലെന്താണ് നിയമവിരുദ്ധത എന്നാണ് കോടതി ചോദിച്ചത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരും അവരുടെ സേവനങ്ങളെ സംബന്ധിച്ച് റിസർവ് ബാങ്ക് അടക്കം നമുക്കൊക്കെ സേവനങ്ങളെ സംബന്ധിച്ച് ഇതിന് സമാനമായ രീതിയിൽ വരുന്നില്ലേ? കേരള സർക്കാർ മാത്രം ഈ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥമാകുന്നതിന് കോൺഗ്രസ് എന്ന ചോദ്യം കൂടി രാഷ്ട്രീയമായി കൂടുതൽ പ്രസക്തമാവുകയാണ് കോടതിയുടെ ഇടപെടലോടെ, അല്ലേ? അതെ അജിംഷാദ്, തീർത്തും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ നിയമവിരുദ്ധത എന്താണെന്ന് ഹൈക്കോടതി തന്നെയാണ് ചോദിക്കുന്നത്. ഇത് നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമല്ലേ എന്നും ഈ ഹർജിക്കാരോട് ഹൈക്കോടതി ചോദിക്കുകയാണ്. മാത്രമല്ല, ഈ ജീവനക്കാരുടെ അവകാശങ്ങൾക്കൊപ്പമുണ്ടെന്ന് സർക്കാർ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നും കോടതി ചോദിക്കുന്നു. ഇത് ക്ഷേമരാഷ്ട്രത്തിൽ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഉറപ്പാണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഈ സന്ദേശം അയച്ചത് IT മിഷൻ ആണല്ലോ എന്ന് ഹർജിക്കാരോട് കോടതി ചോദിക്കുകയുണ്ടായി. സ്പാർക്കിന്റെ നോഡൽ ഏജൻസിയാണ് IT മിഷൻ എന്നും ഹർജിക്കാരോട് ഹൈക്കോടതി പറയുകയുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത് ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ്. സാങ്കേതിക വിദ്യ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. ഒപ്പം ഈ സന്ദേശം അയക്കുന്നതിനുള്ള സമ്പൂർണ്ണ നിയന്ത്രണം IT മിഷനാണ് എന്ന് സർക്കാരും കോടതി അറിയിക്കുകയുണ്ടായി. IT മിഷനിലെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഹാജരായാണ് ഇതിന്റെ നടപടിക്രമം കോടതിയെ ബോധ്യപ്പെടുത്തിയത്. IT മിഷന് നിരവധി സെൻസർ ID ഉണ്ട്. അതിലൊന്നാണ് CMO കേരള. മെറ്റ വെരിഫൈ ചെയ്ത ID ആണ് ഈ സന്ദേശങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്നും IT മിഷൻ വിശദീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും IT മിഷനാണ് ഇതിന്റെ നിയന്ത്രണം എന്നും ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹർജി ഇപ്പോൾ വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുന്നത്.
അത് തന്നെയാണ്. കാരണം ഇനി നമുക്ക് ഈ കോടതിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ, അതായത് ഈ നിരവധി തവണ നേരത്തെ തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ വരുത്തുമ്പോൾ CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അയച്ചവർക്ക് നന്ദി അറിയിക്കണം, അതിന് അനുമതി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കേസിൽ തന്നെയാണെന്ന് തോന്നുന്നു സർക്കാർ അനുമതി തേടി കോടതിയുടേത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണം ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഇടപെടലുകൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. അത് ഹർജിയായി കോടതിയിലെത്തുന്നു. അതിനുള്ള തിരിച്ചടി കൂടിയാണിത് എന്ന് കാണേണ്ടിയിരിക്കുന്നു. ഉമേഷ്, തീർച്ചയായും അങ്ങനെ തന്നെ അജിംഷാദ്. ഇത് നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യങ്ങൾ കോടതിയിൽ വിശദീകരിച്ചതാണ്. ഇങ്ങനൊരു ആക്ഷേപം ഉന്നയിച്ചു വരുമ്പോൾ എന്താണ് ഇതിലെ വസ്തുത എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ ഹർജിക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള വളരെ വിശദമായൊരു മറുപടി സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ നേരത്തെ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ സ്പാർക്കിലുള്ള സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആക്ഷേപം. എന്നാൽ അങ്ങനെയില്ല, മതിയായ തെളിവുകളില്ലാതെയാണ് ഈ ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. പരാതിക്ക് സാങ്കേതിക തെളിവുകളുടെയോ രേഖകളുടെയോ ഒരു പിൻബലവുമില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സന്ദേശം അയച്ച നടപടിയിൽ ഭരണഘടനാ വിരുദ്ധമായി ഒന്നുമില്ല എന്ന് നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിയമവിരുദ്ധത എന്താണ് എന്നുള്ളതാണ് നേരത്തെ സർക്കാർ ചോദിച്ചത്. അത് കോടതിയും ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണങ്ങളും വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഇത് നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് കോടതി ഇതിൽ നിരീക്ഷിക്കുന്നത്. ഈ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുന്നതിൽ, അവകാശങ്ങൾക്കൊപ്പം സർക്കാർ ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇത് ക്ഷേമരാഷ്ട്രത്തിൽ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഉറപ്പാണ്. ആ തരത്തിൽ അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് അത്തരത്തിൽ സന്ദേശം അയക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മാത്രമല്ല, സന്ദേശം അയച്ചത് IT മിഷനാണ്. ഈ സ്പാർക്കിന്റെ നോഡൽ ഏജൻസിയാണ് IT മിഷൻ എന്നും ഹർജിക്കാരോട് നേരത്തെ സർക്കാർ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് കോടതി തന്നെ അത് കോടതിയുടേതായ നിരീക്ഷണമായി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വലിയ ഡാറ്റ ചോർച്ചയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹർജിയുമായി പോയത് അല്ലേ? അതെ, അതെല്ലാം കോടതി ഈ ഘട്ടത്തിൽ കോടതി അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഇനി അന്തിമ വിധി പറയേണ്ടതുണ്ട്. ഇരു കൂട്ടരുടെയും വാദം കോടതി കേട്ടിട്ടുണ്ട്. IT മിഷന്റെ ഉദ്യോഗസ്ഥർ നേരിട്ടാണ് ഹാജരായി നടപടിക്രമങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയത്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ആയിരിക്കാം IT മിഷൻ നേരിട്ട് ഈ നടപടിക്രമം കോടതിയിലെത്തി വിശദീകരിച്ചുകൊണ്ടുകൂടിയായിരിക്കാം കോടതിക്ക് കൂടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അന്തിമ വിധിയാണ് വരാനുള്ളത്. വിധി എന്നാണ് ആ തീയതി കോടതി അതിന്റെ തീർപ്പും അന്തിമ വിധി, ആ വെർഡിക്റ്റ് എന്ന അർത്ഥത്തിൽ ഉത്തരവ് വരാനുള്ളൂ. പക്ഷേ കോടതി ശക്തമായ നിരീക്ഷണങ്ങൾ, നിലപാടുകളാണ് ഈ വിഷയത്തിൽ ചോദിക്കുന്നതും അറിയിക്കുന്നതും. മാത്രമല്ല ഉമേഷ്, മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ സോഴ്സുകളിൽ നിന്നല്ലല്ലോ ഇത്തരത്തിൽ സന്ദേശം അയച്ചത്. അത് സ്പാർക്കും അതങ്ങനെ അതിൻ്റെ നോഡൽ ഏജൻസിയാണ് IT മിഷൻ. ഇത്തരത്തിൽ അതിൻ്റെ വ്യവസ്ഥാപിതമായ എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടാണ്. ഇത് ഡാറ്റ ചോർന്നു, വലിയ കുറ്റകൃത്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം കാടിളക്കുന്നു, എന്നിട്ടത് ഹർജിയാക്കി എത്തുന്നു. അപ്പോൾ കോടതി ചോദിക്കുന്നത് ഇതിൽ എവിടെയാണ് ഡാറ്റ ചോർന്നത്, ഇതിൽ എവിടെയാണ് നിയമവിരുദ്ധത? ഇതൊരു എഫിഷ്യൻസി ഉള്ള മികവുള്ള സർക്കാരിൻ്റെ ലക്ഷണങ്ങളല്ലേ എന്നാണ് കോടതി ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നല്ലേ ഉമേഷ്? അതെ അജിംഷാദ്, ഇത് നേരത്തെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതാണ്. ഈ സത്യവാങ്മൂലത്തിൽ നിയമവിരുദ്ധമായി വിവരങ്ങൾ ശേഖരിച്ചു എന്ന വാദം തന്നെ വസ്തുതാ വിരുദ്ധമാണ്. സർക്കാർ ജീവനക്കാർക്ക് സന്ദേശം അയച്ചത് സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് എന്നാണ് വ്യക്തമാക്കിയത്. ഈ ജീവനക്കാർക്ക് സന്ദേശം അയച്ചത് ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ്. അത് ജീവനക്കാർക്ക് സർക്കാർ നൽകുന്ന സേവന പ്രയോജനം അറിയിക്കുക മാത്രമാണ് ചെയ്തത്. ഈ ബജറ്റിലെ ഉറപ്പ് നടപ്പാക്കിയ വിവരം മുഖ്യമന്ത്രി അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അത് വാട്സാപ്പ് സന്ദേശത്തിലൂടെ ഈ തീരുമാനം അറിയിച്ചത് ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് ചെയ്തത്. ഇത് സർക്കാരും ജീവനക്കാരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള നടപടിയാണ്. മാത്രമല്ല, സന്ദേശങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവമില്ല എന്നും സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേരിലല്ല ഈ സന്ദേശം അയച്ചത്. അത് വളരെ പ്രധാനമാണ്. അത് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് എന്ന ആക്ഷേപം ഹർജിക്കാരുടെ അനുമാനം മാത്രമാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലില്ലാത്ത സമയത്ത് ഉമേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.